നമസ്കാരം. സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള സാധ്യത കൂടുന്നു. ഭാവിയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ ജീവനക്കാർ എങ്ങനെ പ്രതികരിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള ടെസ്റ്റ് ഡോസ് ആണ് ഇത്. കേരളത്തിന്റെ ഖജനാവിൽ ഒന്നുമില്ലാത്ത സാഹചര്യത്തിലാണിത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ശമ്പളം മുഴുവൻ എഴുതി എടുത്ത ശേഷമുള്ള ഈ ചതിയെ നേരിടാൻ ജീവനക്കാരും തയ്യാറെടുക്കുകയാണ്. ഇടതുപക്ഷ സംഘടനകൾ അടക്കം പ്രതിഷേധത്തിന് ഇറങ്ങാനുള്ള പുറപ്പാടിലാണ്. ഖജനാവ് കൊള്ളയടിക്കുന്ന മുഖാമുഖങ്ങൾ നടത്തുന്ന സർക്കാരാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് ജീവനക്കാർ കുറ്റപ്പെടുത്തുന്നുണ്ട്. ജീവനക്കാർക്ക് ശമ്പളം നൽകിയാലും പ്രതിദിനം പിൻവലിക്കാവുന്ന തുകയ്ക്ക് പരിധി നിശ്ചയിക്കാനും ആലോചനകൾ നടക്കുന്നുണ്ട്. തിങ്കളാഴ്ച അക്കൗണ്ടിൽ പണം എത്തിയാലും പ്രതിസന്ധി തീരാൻ സാധ്യതയില്ല. സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. വൈദ്യുതി മേഖലയിലെ പരിഷ്കാരങ്ങൾക്ക് കിട്ടേണ്ട 4600 കോടി രൂപ കൂടി കിട്ടിയാലേ പിടിച്ചു നിൽക്കാനാകൂ എന്നാണ് വിവരം. കേന്ദ്ര ധനമന്ത്രാലയവുമായി ഉദ്യോഗസ്ഥതല ചർച്ചയ്ക്കും സർക്കാർ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. KV തോമസ് നിർണായക നീക്കം നടത്തുന്നുണ്ട്. ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വഴി ശമ്പളം എത്തുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവരും മാസശമ്പളമൊക്കെ കയ്യിൽ കിട്ടി. ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വഴി പണം പിൻവലിക്കുന്നതിന് തടസ്സമില്ലാത്തതാണ് കാരണം. എന്നാൽ 98% പേരും ബാങ്ക് അക്കൗണ്ടുകളിലൂടെയാണ് ശമ്പളം വാങ്ങുന്നത്. എംപ്ലോയീസ് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് ബാങ്ക് അക്കൗണ്ടിൽ ശമ്പളം എത്തുന്നത്. ഈ അക്കൗണ്ട് മരവിപ്പിച്ചതോടെയാണ് പണം കൈകാര്യം ചെയ്യാൻ കഴിയാതെ പോയത്. പെൻഷൻ വിതരണത്തിനും നിലവിൽ പ്രതിസന്ധിയില്ല. ട്രഷറിയിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ മാറ്റുന്ന കാര്യത്തിലും സാങ്കേതിക തടസ്സമൊന്നുമില്ല. ഞായറാഴ്ചയായതിനാൽ ഇന്നലെ ശമ്പള വിതരണം നടന്നില്ല. തിങ്കളാഴ്ച ഉച്ചയോടെ, അതായത് ഇന്ന് ഉച്ചയോടെ ശമ്പള വിതരണം നടന്നില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് ജീവനക്കാരുടെ തീരുമാനം. 0.5% കൂടി അധിക വായ്പ എടുക്കാൻ സർക്കാരിന് അവസരമുണ്ടായിരുന്നു. വൈദ്യുതി മേഖലയിൽ പരിഷ്കരണം നടപ്പിലാക്കിയതിന്റെ പേരിലുള്ളതാണ് ഈ വായ്പ. ഇത് സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതാണെന്നാണ് സർക്കാർ വിലയിരുത്തൽ. ഇത് എത്രയും പെട്ടെന്ന് തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ. ഇത് വൈകുകയാണെങ്കിൽ അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാവുന്ന തുകയ്ക്ക് പരിധി ഏർപ്പെടുത്താനാണ് സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അടിയന്തരമായി 1800 കോടി രൂപ കണ്ടെത്തി ട്രഷറി ഫണ്ട് മാനേജ് ചെയ്താലേ ചീഫ് സെക്രട്ടറി മുതൽ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർ വരെയുള്ള സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയൂ. ഇന്ന് ഉച്ചയോടെ അത് സാധിക്കുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. സർക്കാരിന്റെ ദൈനംദിന ആവശ്യങ്ങളും വായ്പാ തിരിച്ചടവും ശമ്പള വിതരണവും അടക്കം കെട്ടുപിഴഞ്ഞു കിടക്കുന്നതായാണ് ഫണ്ട് മാനേജ്മെന്റ്. അത് ക്രമപ്പെടുത്തിയാൽ ശമ്പളം നൽകാൻ കഴിയും. അതേസമയം ചരിത്രത്തിൽ ആദ്യമായി മാസത്തിന്റെ ആദ്യ 2 ദിനങ്ങളിലും ശമ്പളം വിതരണം ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന പേരുദോഷം സർക്കാരിനെ വേട്ടയാടുകയും ചെയ്യുന്നുണ്ട്. രേഖകളിലെ കണക്കു പ്രകാരം ട്രഷറി അക്കൗണ്ടുകളിലേക്ക് ജീവനക്കാരുടെ ശമ്പളം വരവ് വെച്ചെങ്കിലും പണം അതിലേക്ക് മാറ്റിയിട്ടില്ല എന്നതാണ് വസ്തുത. നന്ദി.